ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് സ്വാഗതം. ഇലകൾ നിറഞ്ഞ് മാത്രമായി നിൽക്കുന്ന അത്തിമരങ്ങളാകാതെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണമെന്ന് ഓർമ്മിപ്പിക്കുന്ന കൈത്താക്കാലത്തിലെ 2-ാം ഞായറാഴ്ചയിൽ സഭാമാതാവ് വിചിന്തനത്തിനായി നമുക്ക് തരുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ എന്ത് ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം പുറപ്പെടുവിക്കേണ്ടത്, കൊണ്ടുവരേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉപമയെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം, ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് മാനസാന്തരമാണ്. എന്താണ് ഈ മാനസാന്തരം? ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഇന്ന് പ്രാർത്ഥിച്ചതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് നാളെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മലയാറ്റൂർ കുരിശുമായിട്ട് കുരിശും ചുമന്ന് പോവുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണോ മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, കീറിപ്പോയ തുണിയിൽ പഴയ തുണികളുടെ കഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിക്കുന്നതല്ല, അതല്ല മാനസാന്തരം. വലിയൊരു മാറ്റം തന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൻ്റെ മാറ്റം, ജീവിതശൈലിയുടെ മാറ്റമാണ്. ഈ മാനസാന്തരത്തിന് നമുക്ക് പറഞ്ഞാൽ കൃത്യമായി 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് തിരിച്ചറിവാണ്. ഉപമയിൽ നമ്മൾ 17-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവന് സുബോധമുണ്ടായി, അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചും അപ്പൻ്റെ സ്നേഹത്തിൽ കഴിയുന്നവരെക്കുറിച്ചും അവൻ ഓർത്തു എന്ന്. അങ്ങനെയുള്ളൊരു സുബോധമാണ് മാറ്റത്തിൻ്റെ തുടക്കമാകേണ്ടത്. സുബോധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ പോരായ്മകളിലൂടെയോ രോഗങ്ങളിലൂടെയോ ഒക്കെ കടന്നു വരാം. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിലർ പറയും, നിൻ്റെ പോക്ക് ശരിയല്ല, നീ ശരിയായിട്ടല്ല പോകുന്നത്, ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മളോട് പറയും. ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തമ്പുരാൻ തന്നെ നമ്മളോട് മന്ത്രിക്കും, ഇങ്ങനെ പോയാൽ ശരിയാകില്ലല്ലോ എന്ന്. ആ തിരിച്ചറിവുണ്ടാവുകയാണ് ആദ്യത്തേത്. ആ തിരിച്ചറിവിൽ നിന്ന് 2-ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം. തിരിച്ചറിവ് മാത്രം കൂടിയാൽ പോരാ, അത് തീരുമാനങ്ങളുടെ ഘട്ടമാണ്. 18-ഉം 19-ഉം വാക്യത്തിൽ നമുക്ക് കാണാം, ആ ഇളയ മകൻ തീരുമാനമെടുക്കുന്നു, എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോകും, ദാസനായിട്ടെങ്കിലും എന്നെ ഒന്ന് സ്വീകരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുമെന്ന്. നമ്മുടെ തിരിച്ചറിവുകൾ, നമുക്കുണ്ടായ ശരിയായ ബോധ്യങ്ങൾ നമ്മൾ തീരുമാനങ്ങളാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. തീരുമാനങ്ങൾ നമ്മൾ എടുക്കാം, പലപ്പോഴും എടുക്കാറുണ്ട്, ഞാനും നിങ്ങളുമൊക്കെ. ഇനി മുതൽ എൻ്റെ ഈ ജീവിതശൈലി മാറും, ഇനി ഇതല്ല മറ്റൊരു ജീവിതമായിരിക്കും, ഞാൻ ഒന്നേന്ന് തുടങ്ങാൻ പോവാണ്. വീട്ടുകാരോടും കൂട്ടുകാരോടും അധ്യാപകരോടും ചിലപ്പോൾ ദൈവത്തോടുമൊക്കെ നമ്മൾ പ്രതിജ്ഞകൾ എടുക്കും, വാക്കുകളൊക്കെ കൊടുക്കും. പക്ഷെ അത് ഈ 2-ാമത്തെ ഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഒരു ഘട്ടം കൂടി അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അത് തിരിച്ച് നടക്കലിൻ്റെ ഘട്ടമാണ്. 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, ആ മകൻ തിരിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. അതാണ് കുറച്ചുകൂടി പാടുള്ളൊരു ഘട്ടം. നമ്മളെടുത്ത തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ, ദുശീലങ്ങളെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലികളെ മാറ്റിയൊരു പുതിയ ജീവിതശൈലിയിലേക്ക് കടന്നു വരുവാനോ കുറച്ച് പണിപ്പെടണം, തിരിച്ച് നടക്കണം. ഘാതങ്ങൾ നടന്ന് തിരിച്ച് അവശനായി വരുന്ന മകൻ, ആ ഒരു തിരിച്ച് നടക്കലിൻ്റെ കഷ്ടപ്പാട് നമ്മൾ ഏറ്റെടുത്തേ മതിയാകൂ നമ്മുടെ ജീവിതത്തിലും. ആ മകനെ സ്വീകരിക്കാൻ അപ്പൻ ഓടി വരുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സ്നേഹത്തിലേക്ക് അവൻ തിരിച്ചു വരികയാണ്. ദാസനായി സ്വീകരിക്കപ്പെടുമെന്നോർത്തവൻ പുത്രനായി തന്നെ എല്ലാ ബഹുമതികളോടുകൂടി സ്വീകരിക്കപ്പെടുന്നു. ആ ഒരു തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലും നടക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മളും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി നമ്മളെ ആ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഇത്രയൊക്കെ പറഞ്ഞു മാനസാന്തരത്തെക്കുറിച്ച്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും വിചാരിക്കും, ശരിയാണ്, ചില ഇളയ പുത്രന്മാർ, ഇളയ മക്കൾ നമ്മുടെ ഇടയിലൊക്കെയുണ്ട്, അവനിതൊന്ന് കേൾക്കണം, അവനൊന്ന് മാറണം, അവൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ നടക്കാമല്ലേ, അത് ശരിയല്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇളയ പുത്രനോടാണോ സത്യത്തിൽ ഈ കഥ പറഞ്ഞതെന്ന് എനിക്ക് പോലും സംശയം തോന്നാറുണ്ട്. ഇവിടെയാണ് ഈ ഉപമയുടെ ഒരു ട്വിസ്റ്റ് കിടക്കുന്നത്. സത്യത്തിൽ ഈ ഉപമ ഈശോ പറഞ്ഞത് പാപികളോടും ചുങ്കക്കാരോടും മാത്രമായിട്ടല്ല, സത്യത്തിൽ അവർക്ക് വേണ്ടിയല്ല, മറിച്ച് ആർക്ക് വേണ്ടിയാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ആരോട് എപ്പോൾ ഈ ഉപമ പറഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് കൃത്യമായിട്ടറിയാൻ 15-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലെ 1-ഉം 2-ഉം വാക്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്.
1ഉം 2ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപികളും ചുങ്കക്കാരും ഈശോയുടെ അടുക്കിലേക്ക് വരുന്നതും അവൻ്റെ വാക്കുകൾ കേൾക്കുന്നതും അവൻ അവരെ സ്വീകരിക്കുന്നതും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും കണ്ടപ്പോൾ ഫരിസേയരും നിയമജ്ഞരും അവനെതിരെ പിറുപിറുത്തു. അപ്പോൾ അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്നാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് 15-ാം അധ്യായത്തിലെ 3 ഉപമകളും സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ഫരിസേയരോടും നിയമജ്ഞരോടുമാണ്. ആരാണ് ഈ ഫരിസേയരും നിയമജ്ഞരും? സത്യം പറഞ്ഞാൽ അന്നത്തെ യഹൂദ ജനത്തിൽ നിയമങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല ജീവിതമാണ്, മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് എന്ന് സ്വയം വിചാരിച്ച് ഐ ആം ഓക്കെ എന്ന് കരുതിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഫരിസേയരും നിയമജ്ഞരും. അപ്പോൾ അവരോട് ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂത്ത മകൻ്റെ കഥ കൂടിയുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ വസതിയിൽ ഒത്തിരി കാലം ജോലി ചെയ്തു, ദാസനെ പോലെയായിരുന്നു, എനിക്കൊരു ആട്ടിൻകുട്ടിയെപ്പോലും തന്നില്ല എന്ന് പരിതപിച്ച് സ്നേഹത്തിൻ്റെ ആ ഭവനത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്ന, പുറംതിരിഞ്ഞു പോകുന്ന ഒരു മകനെ കൂടി ആ ഉപമയിൽ കാണിച്ചു തരുന്നുണ്ട്. സത്യത്തിൽ അതാണ് ഈ ഉപമയുടെ കാതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫരിസേയരും നിയമജ്ഞരും ഒന്നും വളരെ അകലെയൊന്നുമല്ല. ഈ പറയുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമൊക്കെ തന്നെ ഈ ഫരിസേയരിലും നിയമജ്ഞരിലും പെടുന്നവരാണ്. ഞാൻ ഓക്കെയാണ്, അത്യാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ കൊന്തയുണ്ട്, കൊന്ത നമസ്കാരമുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ഞാൻ ഓക്കെയാണെന്ന്. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് തിരിക്കും. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, ഇവൾ ശരിയല്ല, ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ല, അച്ഛൻ ശരിയല്ല, കന്യാസ്ത്രീ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിധിക്കുന്ന നമ്മളെക്കുറിച്ച് നമ്മളോടാണ് ഈശോ സത്യത്തിൽ ഈ ഉപമ പറയുന്നത്. അങ്ങനെ വിധിച്ചുകൊണ്ട് സത്യത്തിൽ ദൈവത്തിൻ്റെ അടുത്താണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിലല്ല നമ്മൾ വസിക്കുന്നത്. പിതാവ് സ്നേഹമായി കരുണയായി ആ ഇളയ പുത്രനെ സ്വീകരിച്ച് ആനന്ദിച്ചപ്പോൾ ഈ മൂത്തപുത്രൻ ആ പിതാവിൻ്റെ കരുണയോ സ്നേഹമോ മനസ്സിലാക്കാതെ ഇത്രയും നാൾ കൂടെ വസിച്ചിട്ട് ആ ഹൃദയത്തിലേക്കൊന്ന് കയറിപ്പറ്റാതെ ആ പിതാവിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും വിപരീതമായി പ്രവർത്തിച്ച് മാറി നിൽക്കുന്നയാളായി. അത് പലപ്പോഴും നമുക്കും സംഭവിക്കാം. അതുണ്ടാകാതിരിക്കട്ടെ എന്നുകൂടിയാണ് ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മാനസാന്തരം, മനസ്സിൻ്റെ അന്തരം, ജീവിതശൈലിയുടെ മാറ്റം, തിരിച്ചറിവ്, സുബോധമുണ്ടാകൽ, തിരിച്ച് നടക്കൽ, തീരുമാനങ്ങൾ എടുക്കൽ, ഇവയെല്ലാം വേണ്ടത് നമുക്ക് തന്നെയാണ്. എല്ലാം ഓക്കെ എന്ന് കരുതുന്ന ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ അത് സംഭവിക്കുമ്പോൾ ശരിയായ മാനസാന്തരമായി. അതില്ലെങ്കിലോ ഈ ഉപമകളെല്ലാം കഴിഞ്ഞ് 16-ാം അധ്യായത്തിൽ ഈശോ വീണ്ടും ഒരു അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ ഫരിസേയർ യേശുവിനെതിരെ പിറുപിറുത്തു, പുച്ഛിക്കാൻ തുടങ്ങി. കാരണം അവർക്കെതിരായിട്ടാണ് ഈ ഉപമ പറഞ്ഞതെന്ന് അവർക്ക് കൃത്യം മനസ്സിലായി. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങളിൽ നീതിമാന്മാരായി നടിക്കുന്നു, പക്ഷേ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ നോക്കിക്കൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് എന്ത് ഫലങ്ങൾ പുറപ്പെടുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. കുറേ ഇലകളോടുകൂടി, കുറേ പുറമേയുള്ള കാര്യങ്ങളോടുകൂടി നമ്മളിങ്ങനെ തഴച്ചു വളർന്നു നിന്നാൽ അത് ദൈവത്തിന് സ്വീകാര്യമാകണമെന്നില്ല. മറിച്ച് ഫലങ്ങളുള്ളവരായി തീരണം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ, ഒരു മാറ്റത്തിൻ്റെ ഫലങ്ങൾ ദൈവത്തിൻ്റെ, അപ്പൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഫലങ്ങൾ നമ്മിലുണ്ടാവുകയും അത് ചുറ്റുമുള്ളവരിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ കൈത്താക്കാലം നമ്മളെ സഹായിക്കട്ടെ. ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് ഇടവരട്ടെ. മിശിഹ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.